ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അഖിലിനോട് ആ പൈസ കൊണ്ട് ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറയുകയാണ് വാസുദേവൻ. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ഞാൻ എത്ര വട്ടം പറഞ്ഞതാണെന്നറിയാമോ അച്ഛാ. അഖിൽ സാർ കേൾക്കുന്നില്ല. മോനെ, മോൻ്റെ പ്രോത്സാഹനവും കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ശ്യാമയ്ക്ക് ഇങ്ങനൊരു വിജയം ഉണ്ടായത് തന്നെ. അതുകൊണ്ട് മോനോടുള്ള സ്നേഹവും കടപ്പാടും എന്നും ഈ വീട്ടുകാർക്ക് കാണും. മോൻ എന്താണെങ്കിലും ഇതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വാസുദേവൻ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, സാറിൻ്റെ ആഗ്രഹമല്ലായിരുന്നു എന്നെ ഒരു പാട്ടുകാരിയാക്കണമെന്ന്. സാറിനെ പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് സാറിനെ പഴയതിലും ഉയരത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ ആക്കുക എന്ന്. അതുകൊണ്ട് സാർ എന്താണെങ്കിലും ഇനി തടസ്സമൊന്നും പറയണ്ടെന്നും ശ്യാമ പറയുമ്പോൾ സമ്മതം പറയുകയാണ് അഖിൽ. അതേസമയം ഇതൊക്കെ കേൾക്കുന്ന ജയന്തി അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എന്താണെങ്കിലും ഈ 50 ലക്ഷത്തി എനിക്കും ഒരു പങ്കുള്ളതാ. അതെങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്രീകുട്ടിക്ക് ഐസ്ക്രീം വാങ്ങി നൽകിയിരിക്കുകയാണ് അരുൺ. മോള് ഐസ്ക്രീം കഴിക്കുന്നത് അടുത്തുനിന്ന് തന്നെ അരുൺ നോക്കിയിരിക്കുകയാണ്. അതേസമയം ഈ കാഴ്ച കണ്ടുകൊണ്ടുവരുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അരുണിനെ നോക്കുകയാണ്. ആദ്യേട്ടൻ്റെ അവിഹിത സന്തതിയെ ഊട്ടാൻ അരുൺ എന്താണോ ഇത്ര തിടുക്കം. കണ്ടില്ലേ അവളുടെ അടുത്തിരുന്ന് അവളെ ഊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ അരുൺ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതിനേക്കാൾ നല്ലത് അമ്മയെ വിളിച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാ. ഇന്ന് അറിയണമല്ലോ അരുണിന് എന്താണ് ഇവളോട് ഇത്ര സോഫ്റ്റ് കോർണറെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വസുന്ധരയെ വിളിച്ചുകൊണ്ട് വരികയാണ്. തുടർന്ന് വസുന്ധരയെ വിളിച്ചുകൊണ്ട് വന്ന് ഐശ്വര്യ ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ അമ്മേ, അരുൺ എന്താണ് ഈ കുഞ്ഞിനോട് ഇത്രയും സ്നേഹം. അമ്മ എന്താണെങ്കിലും ചെന്ന് ചോദിക്കണം. അതേസമയം പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ശ്രീകുട്ടിയെ കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. കണ്ടില്ലേ അമ്മേ അരുണിൻ്റെ സ്നേഹം. ഏതോ അച്ഛൻ മകളെ കൊണ്ടുപോകുന്നത് പോലെയല്ലേ അവളെയും കൊണ്ട് നടക്കുന്നത്. അമ്മ ഇന്ന് തന്നെ ചെന്ന് അരുണിനോട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് വസുന്ധര പറയുകയാണ്, ശ്രീകുട്ടി ഒരു കൊച്ചു കുഞ്ഞല്ലേ. കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ലാളിക്കാനും ഓമനിക്കാനും ഒക്കെ തോന്നും. സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടെങ്കിലേ അങ്ങനെയൊന്നും തോന്നില്ലായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധര അവിടുന്ന് പോകുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, എനിക്കിപ്പോൾ മനസ്സിലായി അമ്മയും എന്നെ കൈവിട്ടു. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അമ്മയ്ക്കിപ്പോൾ ആ കൊച്ചിനെ വലിയ കാര്യമാ. അതിനെ പിരിയുന്നത് പോലും അമ്മയ്ക്ക് ചിന്തിക്കാനേ ആകുന്നില്ല. പക്ഷേ കൊച്ചുകുട്ടിയാണെന്ന് കരുതി എനിക്ക് അടങ്ങിയിരിക്കാനൊന്നും സാധിക്കില്ലല്ലോ. എൻ്റെ ജീവിതമാകും നശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കടുത്ത നിലപാട് തന്നെ എടുക്കണമെന്നും ഐശ്വര്യ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. വസുന്ധരയും വർമ്മയും അവരെ കാണാനായി വിളിച്ചിരിക്കുകയാണ്. എന്തിനാകും ഇപ്പോൾ അച്ഛനും അമ്മയും നമ്മളെ കാണണമെന്ന് പറഞ്ഞതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അറിയില്ലെന്നും നമുക്ക് നോക്കാമെന്നും അഖിൽ പറയുന്നു. തുടർന്ന് വർമ്മയും വസുന്ധരയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ കാണണമെന്ന് പറഞ്ഞതെന്ന് അഖിൽ ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, വസു നീ തന്നെ കാര്യം പറ. തുടർന്ന് വസുന്ധര പറയുകയാണ്, അത് പിന്നെ അഖി, നമ്മുടെ കമ്പനിക്കിപ്പോൾ നിന്നെ ആവശ്യമാണ്. കമ്പനി വലിയ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, ഇല്ല ഞാൻ വരില്ല. അഖി, ഇത് നമ്മുടെ കുടുംബത്തെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണെന്ന് വസുന്ധര പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ഇത്രയും നാളും ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മ ശ്യാമയെ വീട്ടിൽ കയറ്റുകയാണെങ്കിൽ ഞാനും വരാമെന്നാ. എന്നാലേ എനിക്കിപ്പോൾ അതല്ല പറയാനുള്ളത്. എനിക്കും ശ്യാമയ്ക്കും ഇനി ഞങ്ങളുടെ വഴിയാ, അത് മതി. ഞങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. എന്ത് തുടങ്ങണം, ഏത് ബിസിനസ് തുടങ്ങണം എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ലായിരുന്നു. എന്നാലേ ഇപ്പം ഞാനൊരു കാര്യം മനസ്സിലുറപ്പിച്ചു. ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് സ്പൈസസിൻ്റെ ബിസിനസ്സാണ്. ഇത് കേൾക്കുന്ന വസുന്ധരയും വർമ്മയും ഞെട്ടലോടെ അഖിലിനെ നോക്കുകയാണ്. അഖി, അതാണല്ലോ നമ്മുടെ കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്ന് വസുന്ധര പറയുമ്പോൾ അഖിൽ പറയുകയാണ്, അതുകൊണ്ട് തന്നെയാ ഞാനത് തിരഞ്ഞെടുത്തത്. നിങ്ങളെല്ലാവരും കൂടി വൈസ് ചെയർപേഴ്സണായി പിടിച്ചിരുത്തിയിട്ടില്ലേ ഐശ്വര്യട്ടതി. അവരുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലേക്ക് പോകുന്നത്. അതേപോലെ നിങ്ങൾ അവിടുന്ന് പിരിച്ചുവിട്ടില്ലേ ശ്യാമ. ശ്യാമയായിരിക്കും ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ. നിങ്ങളുടെ കമ്പനിയിൽ ഐശ്വര്യട്ടത്തിയാണെങ്കിൽ അതേപോലെ ഞങ്ങളുടെ കമ്പനിയിൽ ശ്യാമ, അത്ര തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് അഖിൽ. ഏത് കമ്പനിയാണ് പുരോഗമിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് അഖിൽ പറയുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. എന്താണെങ്കിലും ഞങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നതെന്നും അഖിൽ പറയുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, നിന്നെക്കൊണ്ട് ഇതൊക്കെ ആരാ പറയിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വസുന്ധരയുടെ കൂടെ വർമ്മയും പോകുമ്പോൾ ശ്യാമ പറയുകയാണ്, സാർ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്.
എന്തിനാ ഒരു മത്സരമൊക്കെ വെക്കാൻ പോയത്? എടോ, ഒരു മത്സരം വന്നാലേ ആ കമ്പനി രക്ഷപ്പെടും. പിന്നെ ഐശ്വര്യടത്തി കാരണം കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്താലേ നമ്മുടെ കമ്പനി കൊണ്ട് നമുക്ക് രണ്ടാൾക്കും അവരെല്ലാവരെയും രക്ഷിക്കാനും സാധിക്കും. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലായിരുന്നു. എങ്കിലേ ഞാൻ അങ്ങനെയെല്ലാം ചിന്തിച്ചായിരുന്നെന്ന് അഖിൽ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ അരുന്ധതിയെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. ശ്രീകുട്ടിയുടെ കാര്യമെല്ലാം ഐശ്വര്യ അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, ഐശ്വര്യ വിഷമിക്കാതെ, ആ കൊച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാക്കാം. അതേസമയം കുറച്ച് ആളുകളുടെ നടുവിൽ നിന്ന് പാട്ട് പാടുകയാണ് വിസ്മയ. ഞാൻ ശ്യാമയാണെന്നും വിസ്മയ എന്നെ കൊണ്ടാണ് പാട്ട് പാടിപ്പിക്കുന്നതെന്നും ഒക്കെ തന്നെ വിസ്മയ പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും വിസ്മയെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. തുടർന്ന് അരുന്ധതി ബലമായി അവരുടെ അടുത്തുനിന്ന് വിസ്മയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അരുന്ധതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് വിസ്മയ. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, അരുന്ധതി, പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് വിസ്മയെ കൊണ്ട് ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് അരുന്ധതിയും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും എങ്ങോട്ടേക്ക് പോകാനായിട്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നതാണ്. തുടർന്ന് അപ്പു വിഷമത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, എന്താടാ, ഞങ്ങൾ ബിസിനസ് ടൂർ പോകുന്നത് കൊണ്ട് നിനക്ക് വിഷമമുണ്ടോ? മോൻ്റെ അസുഖമെല്ലാം മാറട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ട്രിപ്പ് പോകാമെന്ന് അഖിലും ശ്യാമയും കൂടി പറയുകയാണ്. ഇത് കേൾക്കുന്ന ജയന്തി ചോദിക്കുകയാണ്, അപ്പോൾ എന്നെയും കൊണ്ടുപോകുമോ? അതിനെന്താ, നമ്മളെല്ലാവരും കൂടിയല്ലേ പോകുന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു. തുടർന്ന് ജയന്തി പറയുകയാണ്, ഒരാഴ്ചത്തേക്ക് പോകുന്നതിനാണോ നിങ്ങളിപ്പോൾ കാറൊക്കെ വിളിച്ചിരിക്കുന്നത്? അതെ ഏട്ടത്തി, പലരെയും കാണേണ്ടിയൊക്കെ വരുമല്ലോ. നമ്മുടെ ബിസിനസ്സൊക്കെ പച്ച പിടിക്കട്ടെ, നമുക്കും ഒരു കാറ് വാങ്ങാമെന്ന് അഖിൽ പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് ശ്യാമയും. ഇത് കേട്ടുകൊണ്ടുവരുന്ന വാസുദേവൻ പറയുകയാണ്, എൻ്റെ മോളെ, ആദ്യം ഇരുന്നിട്ട് കാല് നീട്ടാം. നിങ്ങളിപ്പോൾ പോയി കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വാ. ഇത് കേൾക്കുന്ന ശ്യാമ ചിരിച്ചുകൊണ്ട് വാസുദേവനെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.